യൂട്യൂബിലൂടെ പാട്ടുപാടി ഹിറ്റ് തീർത്ത ചന്ദ്രലേഖയെ ലോകം അറിഞ്ഞത് പീപ്പിൾ ടിവിയിലൂടെ. ചന്ദ്രലേഖ തൻ്റെ ആ യൂട്യൂബ് പാട്ട് കേട്ടതും പീപ്പിൾ ടിവിയിലൂടെ തന്നെ. ദരിദ്ര കുടുംബാംഗമായ ചന്ദ്രലേഖയ്ക്ക് കമ്പ്യൂട്ടറും നെറ്റുമൊക്കെ അപ്രാപ്യമായത് സ്വാഭാവികം. ഇതിനോടകം ലക്ഷക്കണക്കിന് മലയാളികൾ യൂട്യൂബിലൂടെയും സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെയും ചന്ദ്രലേഖയുടെ രാജഹംസമേ എന്ന ഗാനം ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞു. വിധിയുടെ വൈപരീതമാവാം ചന്ദ്രലേഖ യൂട്യൂബിലെ തൻ്റെ ഹിറ്റ് ഗാനം ഒരിക്കൽ പോലും നേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അന്യോന്യം പരിപാടിക്കിടെയാണ് പീപ്പിൾ ടിവിയുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരനോട് തൻ്റെ ആവലാതി ചന്ദ്രലേഖ നേരിട്ട് ബോധിപ്പിച്ചത്. യൂട്യൂബിൽ പക്ഷേ ചന്ദ്രലേഖ അത് കണ്ടിട്ടില്ലെന്നാണല്ലോ. കണ്ടിട്ടില്ല സാർ, കണ്ടിട്ടില്ല, ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല സാർ, വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല. എവിടെയെങ്കിലും പോയി കാണുന്നുണ്ട് സാർ. ഇറങ്ങണം, കഫേയിൽ എങ്ങനെ പോകണമെന്നുള്ള. കഫേയിൽ പോകണ്ട, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഓഫീസിൽ തന്നെ പോകാവൂ കേട്ടോ. താങ്ക് യു സാർ. വിവരസാങ്കേതിക വിദ്യയുടെ പരിധിയില്ലാത്ത ഈ ലോകത്ത് കാതടപ്പൻ ശബ്ദവിസ്മയങ്ങൾക്കിടയിൽ തൻ്റെ സ്വരം ഒരിക്കൽ പോലും കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ചന്ദ്രലേഖ പീപ്പിൾ ടിവിയുടെ ലൈബ്രറി മുറിയിലിരുന്ന് തൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ യൂട്യൂബ് വീഡിയോ ആദ്യമായി കണ്ടു. വൈകാരികത ഏറെ മുറ്റിനിന്ന നിമിഷത്തിനൊടുവിൽ ചന്ദ്രലേഖ തൻ്റെ അനുഭവം പങ്കുവച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കൈരളി പീപ്പിൾ ടിവിയോട് എനിക്ക് കൂടുതൽ നന്ദി പറയുന്നുണ്ട്. ഞാൻ പൊട്ടിക്കരയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ ഇതായിപ്പോയനുമായിരുന്നു. തൻ്റെ യൂട്യൂബ് ഗാനം ആദ്യമായി കണ്ട ചാരിതാർത്ഥ്യത്തോടെ ഏറെ നിറഞ്ഞു കവിഞ്ഞ മനസ്സുമായി ഈ വെൺചന്ദ്രലേഖ കൈരളിയുടെ പടിയിറങ്ങി പോകുന്നത് സംഗീതത്തിൻ്റെ നക്ഷത്ര നഭസിൽ മറ്റൊരു താരമായി ഉദിക്കാനാണ്. കാലം അതിൻ്റെ ചവറുകൂമ്പാരത്തിലേക്ക് നിർദ്ദയം വലിച്ചെറിഞ്ഞ ഒരു മാണിക്യകല്ലിനെ വീണ്ടെടുത്ത് അതിൻ്റെ എല്ലാ പ്രഭയോടും കൂടി ഈ ലോകത്തിന് നൽകിയ ഞങ്ങൾ കേവലം നിമിത്തങ്ങൾ മാത്രം. S. ജീവൻകുമാർ, ന്യൂസ് ഡെസ്ക്.